കഴിഞ്ഞ ദിവസമായിരുന്നു PSCയിലൊരു സംഭവം നടന്നത്. നമ്മൾ അറിയാം, രാവിലെ കൊടുക്കേണ്ട ഉച്ചയ്ക്ക് നടക്കേണ്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറി രാവിലെ നൽകിയതായിരുന്നു പ്രശ്നം. അതിൻ്റെ പേരിൽ നിന്ന് 4 പേരെ PSC സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു അതായത് സ്കൂളിലെ പ്രിൻസിപ്പാളിനെ, 2 അധ്യാപകരെ, PSCയിലൊരു ഒരു സ്റ്റാഫിനെ. അപ്പം ശരിക്കും ഇവരുടെ ഒന്നും അല്ലല്ലോ, ശരിക്കും PSC ഇങ്ങനെയാണോ ഇതിനെതിരെ പെരുമാറേണ്ടത്? അത് കറക്റ്റായിട്ട് ചെയ്യുകയല്ലേ വേണ്ടത്? അതായത് PSCയുടെ മുകളിലുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ സാധാരണ സ്കൂളിലെ അധ്യാപകരെയും അല്ലെങ്കിൽ ഒരു ഏറ്റവും താഴത്തെ ഉള്ള അല്ലെങ്കിൽ ഒരു പ്രാഥമിക ലെവലിലുള്ള ഒരു PSC ഉദ്യോഗസ്ഥനെയും ബലിയാടാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ PSC നടത്തിയിരിക്കുന്നത്. ശരിക്കും ഒരു 1.5 ലക്ഷത്തോളം ഈ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കിക്കൊണ്ടുള്ള ഈ PSCയുടെ മണ്ടൻ തീരുമാനം അല്ലെങ്കിൽ മണ്ടൻ പരിഷ്കാരത്തെ കൊണ്ടുവന്നത് നമ്മുടെ PSCയിലെ ചെയർമാനാണ്. ആ ചെയർമാനെ ഒരു നടപടിയോ അല്ലെങ്കിൽ യാതൊരുവിധ ഷോക്കോസോ പോലും നൽകാതെ അല്ലെങ്കിൽ ഒരു വാണിംഗ് പോലും നൽകാതെയാണ് ഇപ്പോൾ ഈ 4 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെതിരെ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഏതൊരു വകുപ്പിലായാലും അതിൻ്റെ ഒരു പാളിച്ച ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ഒരു ദൂഷ്യ വശം ഉണ്ടായാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് 1-2 ബലിയാടുകളായിരിക്കും. പക്ഷേ ഇതിനെല്ലാം കാരണക്കാരായ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടൽ പോലും അവിടെ വരാറില്ല. ഇപ്പോൾ ഈ ഒരു PSCയുടെ ചോദ്യപേപ്പർ ലീക്കായത് അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആസൂത്രണ ബോർഡിൻ്റെ ആ ഒരു എക്സാമിൻ്റെ തിരിമറിയുമായി ബന്ധപ്പെട്ട് PSC ഈ ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നൽകേണ്ടിയിരുന്ന തെളിവുകൾ കാര്യങ്ങളൊന്നും നൽകാതെ അവർ ഉഴപ്പിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട തെളിവുകളൊന്നും നൽകാതെ PSC പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, PSC ആസ്ഥാനത്ത് വന്ന് നിങ്ങൾ പരിശോധിച്ചോളൂ, ഏത് രേഖകൾ വേണമെങ്കിൽ പരിശോധിച്ചോളൂ, ഇതുപോലുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് തന്നുവിടാൻ കഴിയില്ല എന്നുള്ള ഒരു അഴകുഴമ്പൻ നയമാണ് PSC കൈക്കൊണ്ടത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇതുപോലൊരു പ്രധാനപ്പെട്ട രേഖകൾ പുറത്തുവിട്ടാൽ ഏതൊക്കെ രീതിയിലുള്ള സ്കാമുകൾ ഈ PSCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് പരിശോധിച്ച ഈ ഒരു ഡോക്യുമെൻറ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി താഴെക്കിടയിലുള്ള ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ടുള്ള പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലാകാലങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ PSCയോടുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയാണ് 1 മാസം മുമ്പ് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യത തകർന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, സ്വന്തം പാർട്ടിക്കുള്ള സഖാക്കളെ അല്ലെങ്കിൽ കൊടി പിടിച്ച് നടന്നവർക്ക് ഒരു ജോലി ഉറപ്പാക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് PSCയിലൂടെ നൽകിക്കൊണ്ട് വന്നത്. ഈ ഒരു അട്ടിമറി ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അവരുടെ മുതുകിൽ കുത്തുന്നതിന് തുല്യമല്ലേ? നമുക്കറിയാം എത്ര പേരാണ് PSC എന്ന് പറഞ്ഞ് ആശ്രയിച്ച് ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ട് എത്രയോ പേരാണ് കഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ താഴേക്കിടയിലുള്ള ആൾക്കാരെ ബലി കൊടുത്ത് മുകളിലുള്ളവരെ സംരക്ഷിച്ച് പോവുകയാണ് ഇപ്പോൾ എല്ലാ പരീക്ഷയും. ഇപ്പോൾ ഒരു പരീക്ഷയോടും, ഇപ്പോൾ നീറ്റിൻ്റെ ആണെങ്കിലും ഇപ്പോൾ PSCയുടെ ആണെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്രം നടത്തുന്ന എക്സാമിനോടുള്ളൊരു മൊത്തത്തിലുള്ളൊരു വിശ്വാസ്യതയാണ് ഇപ്പോൾ എല്ലാം നഷ്ടമാകുന്നത്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രശ്നം? ഇപ്പം ഈ ഒരു പ്രശ്നം മാത്രമല്ല PSCയിൽ നേരിടുന്നത്. ഇതിനു മുമ്പ് 2023 ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആസൂത്രിത ബോർഡിൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറി നൽകുന്നത്. അപ്പോൾ ഒരു PSC എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നടത്തുന്ന ഒരു എക്സാം, സ്കൂളിൽ നടത്തുന്ന ഒരു എക്സാം അല്ല. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ജോലി, ഒരു നല്ലൊരു പദവിക്കായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ പഠിച്ച് കഷ്ടപ്പെട്ട് വന്ന് പഠിക്കുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതോടെ, അതായത് ഗൗരവത്തോടെ കാണേണ്ട ഒരു എക്സാമിനെ ഈ രീതിയിലാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു PSC എന്ന് പറയുന്നത് ഒരു തമാശ അല്ലെങ്കിൽ ഒന്നും ആഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയിരിക്കുകയാണ് ഈ ഒരു ബോർഡ്. അപ്പം കൗൺസിലർ ആരാന്ന് വെച്ചാൽ അവർക്കെതിരെ അല്ലയോ ശരിക്കും നടപടി എടുക്കേണ്ടത്? അവരെ അല്ലയോ സ്ഥാനത്തുനിന്ന് മാറ്റേണ്ടത്? അതെ, ഇപ്പോൾ
PSC ചെയർമാനായിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നീക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു കാര്യത്തിൽ സർക്കാർ ഒരു ഉഴപ്പൻ സമീപനമാണ് വരുന്നതെങ്കിൽ PSCയുടെ ആ ഒരു ചീത്തപ്പേര് ഈ ഇരിക്കുന്ന സർക്കാരിലേക്കും വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതിനു മുമ്പുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF മുന്നണിയുടെ ഒരു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു PSCയിലൂടെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകി എന്നുള്ളത്. ലക്ഷക്കണക്കിന് പേർക്ക് ജോലി നൽകി എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടക്കാരെ എത്ര പേര് തിരികെ കയറ്റി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു ഏകദേശം ഒരു കണക്കൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആസൂത്രണ ബോർഡ് മാത്രമല്ലല്ലോ, ഇപ്പോൾ SBCID, അതുപോലെ അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഇതുപോലെ ഒരുപാട് തസ്തികകളിലേക്ക് സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റിയ വാർത്തകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഈ വാർത്തകളെല്ലാം കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തൊഴിൽ അട്ടിമറികൾ കാണുന്ന ഒരു യുവാവ് നോക്കുമ്പോൾ കാണുകയാണ്, ഇനി ഞാൻ ഈ ഒരു PSC എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ പണ്ട് കൊടി പിടിച്ച് നടന്നിരുന്നെങ്കിൽ ഈ ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി എനിക്കിപ്പോൾ ഒരു കാലാകാലത്തേക്ക് എൻ്റെ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയറിനെ വളർത്താമായിരുന്നു എന്ന രീതിയിലുള്ള ഒരു തോട്ട് ഈ ഇപ്പോഴത്തെ ഒരു യുവജനതയിലേക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി എന്തായാലും യുവാക്കൾക്കായാലും ആർക്കായാലും PSCയോടുള്ള ഒരു വിശ്വാസ്യത എന്തായാലും നഷ്ടമായി കഴിഞ്ഞു. ഇനിയിപ്പം PSC കൃത്യമായിട്ട് ഇനിയെങ്കിലും നടത്തിക്കൊണ്ടു പോവുക, റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് ജോലി നൽകുക, അതാണ് ചെയ്യേണ്ടത്. അതിനെപ്പറ്റി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ മുന്നോട്ട് നോക്കിയല്ലേ ഇനി വേണ്ടത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടേതായിട്ടുള്ള ഒരുപാട് നടപടികൾ, അല്ലെങ്കിൽ ഇവരുടെ കുറച്ച് എന്താ പറയുക, ഒരു നടപടിക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ ലിസ്റ്റുകൾ, ഓരോ റാങ്ക് ലിസ്റ്റുകൾ നീട്ടി കൊണ്ടുപോയി അവസാനം പഠിക്കൽ കൊണ്ടുപോയി കലമുടയ്ക്കുന്നത് പോലെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇവരുടെ എല്ലാം 6-7 മാസത്തെ അല്ലെങ്കിൽ കുറേ കാലത്തെ കഷ്ടപ്പാടുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കുന്നതിലൂടെ വീണുടഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ കാണാം, ഒരു LP UP അതുപോലെ അധ്യാപികമാരുടെ സമരം നടക്കുന്നത്. അവർ ഇപ്പോൾ ഈ മഴയത്തും വെയിലത്തും ഇതുപോലെ സമരപ്പന്തലിലിരുന്നും മണ്ണ് വാരി തിന്നും സമരം ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇതിനു മുമ്പ് വുമൺ CPO ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട അവരുടെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കരുത് എന്നുള്ള അപേക്ഷയുമായി റോഡിൽ ശയന പ്രദർശനം ചെയ്തു, മുടി മുറിച്ചു. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടും മുമ്പുള്ള ഇരുന്ന സർക്കാരിനോ അല്ലെങ്കിൽ PSC എന്ന ആ ഒരു PSC എന്നുള്ള ആ ഒരു മേഖലയ്ക്കോ യാതൊരുവിധ കണ്ണിച്ചോരയില്ലാത്ത രീതിയിലാണ് ഈ ഉദ്യോഗാർത്ഥികളെ കണ്ടിരുന്നത്. ഇനിയെങ്കിലും സ്വത്തരമായിട്ടുള്ള നടപടി ഇതുപോലുള്ള ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള അട്ടിമറി നടത്തുന്ന ഉദ്യോഗസ്ഥരെ കഴിവതും സമയത്ത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഇതുപോലുള്ള നടപടി ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്.